ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അർച്ചന അച്ചുവിനോട് സംസാരിച്ചു കഴിഞ്ഞ് വരികയാണ്. മഞ്ജു അപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അച്ചു എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പറഞ്ഞു, നിന്നെക്കുറിച്ച് മാത്രമല്ല എല്ലാവരെക്കുറിച്ചും ചോദിച്ചു. അങ്ങനെ അർച്ചന പറയുമ്പോൾ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സമാധാനമായി, അച്ചു ചേച്ചീനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, രുക്കു പറയാൻ അച്ചുവിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്നങ്ങനെ പറയാണ്. ഇതിനിപ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് മാത്രമായിട്ട് അവൻ എന്താണ് സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്തായെന്ന് ചോദിക്കുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, വേറൊന്നുമല്ല, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, അച്ചുവിനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് നല്ല സങ്കടമായി അല്ലേ എന്നങ്ങനെ ചോദിക്കുമ്പോൾ അനന്തനും ചോദിക്കുന്നുണ്ട്, അച്ചുവിന് അവിടെ കഷ്ടപ്പാടാണോ ചേച്ചി, അവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ട്രെയിനിങ് ക്യാമ്പല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവോ, കഷ്ടപ്പാടുകൾ ഉണ്ടാവുമല്ലോ, നമുക്കതെല്ലാം കേൾക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അർച്ചന പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, അവിടെ സുഖമാണെന്ന് ചേച്ചി പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു അവൻ അവിടെ കഷ്ടപ്പാടുകളായിരിക്കുമെന്ന് അങ്ങനെ മുകുന്ദൻ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായി നിൽക്കുമ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കഴിക്കണം, ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തനപ്പ പറയുന്നുണ്ട്, അച്ഛന് അവിടെ കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞതു മുതൽ ചേച്ചിയുടെ മനസ്സ് ഇവിടെ ഒന്നല്ല എന്ന് പറയാണ്. അച്ഛനെയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചിന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയും വന്ന് ചിന്നുവിന്റെ അടുത്തിരിക്കുന്നത്. ചിന്നു ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മേ, കുറച്ചു മുന്നേ വരെ ഹാപ്പി ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താണ് മൂഡ് ഓഫ് ആയത്, എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് കക്ഷികളുടെ ഫോൺ വന്നോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞമ്മാവൻ വിളിച്ചിരുന്നോ എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, കുഞ്ഞമ്മാവൻ വിളിച്ചിരുന്നോ, എന്നിട്ട് എന്താണ് അമ്മേ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ ഇവിടെ പഠിക്കുകയായിരുന്നല്ലോ, നിനക്ക് മാത്രമല്ല ആർക്കും തന്നെ നേരെ സംസാരിക്കാനായി കഴിഞ്ഞില്ല, അവൻ അവിടെ എന്തോ തിരക്കാണെന്ന് തോന്നുന്നു എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി, ട്രെയിനിങ് ക്യാമ്പിൽ കുഞ്ഞമ്മാവന് അത്ര വലിയ സുഖമൊന്നും ഇല്ലാലേ, അത്തെ ട്രെയിനിങ്ങിനെ പറ്റി അമ്മയോട് വിശദമായിട്ട് തന്നെ കുഞ്ഞമ്മാവൻ പറഞ്ഞിട്ടുണ്ടാവും, ഇത്തെ സാഹചര്യങ്ങൾ വീട്ടിലത്തെ പോലെ അല്ല എന്ന് അമ്മ തന്നെയല്ലേ ഇടയ്ക്ക് പറയാറ്, കുഞ്ഞമ്മാവന് അവിടെ നല്ല കഷ്ടപ്പാടാണോ അമ്മയെന്ന് ചിന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അല്ല അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, കുഞ്ഞമ്മാവന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അമ്മ കുഞ്ഞമ്മാവനെ വഴക്കെന്തെങ്കിലും പറഞ്ഞോ, കുഞ്ഞമ്മാവനെ വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ അമ്മ പിന്നീട് മാറിയിരുന്നത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം എന്താ വഴക്ക് പറയാനുള്ള കാരണം, കുഞ്ഞമ്മാവൻ യാത്ര ചോദിക്കാതെ പോയതിനാണോ വഴക്ക് പറഞ്ഞത്, അതോ പോയതിനു ശേഷം ഇത്ര ദിവസമായിട്ട് വിളിക്കാത്തതിനാണോ, അമ്മ എന്തിനാണ് കുഞ്ഞമ്മാവനെ വഴക്ക് പറയാനായി പോയത്, എത്ര ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെയാണ് കുഞ്ഞമ്മാവൻ വിളിച്ചത്, അപ്പോൾ കുഞ്ഞമ്മാവന് നല്ല വിഷമുണ്ടായിട്ടുണ്ടാവുമെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളോട് ഞാൻ എന്തു പറയും, അച്ചു വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണെന്ന് ഞാൻ ഇവളോട് എങ്ങനെ തുറന്നു പറയുമെന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കുഞ്ഞമ്മാവനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് വിഷമം തോന്നിയതാണെന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, ശരി കുഞ്ഞമ്മാവൻ ഫാമിലി മീറ്റിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, നമ്മളെ വിളിക്കോ ഫാമിലി മീറ്റിന്, കുഞ്ഞമ്മാവൻ പോലീസായിട്ട് വരുമ്പോൾ ഇവിടെ തന്നെ പോസ്റ്റ് കിട്ടുമോ അമ്മേ, ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇവിടെ തന്നെ കുഞ്ഞമ്മാവന് പോസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുറെ പൂവാലന്മാരുണ്ട്, ഇവരുടെ ശല്യമൊക്കെ തീർക്കണം, ഫാമിലി മീറ്റിന് ഉടനെ തന്നെ നമ്മളെ വിളിക്കോ എന്നൊക്കെ ചിന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല, അവന്റെ പഴയ ഫോൺ മിസ്സായി, ഇതിപ്പോ പുതിയ നമ്പറാണെന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ കുഞ്ഞമ്മാവനൊന്ന് വിളിച്ചു നോക്കട്ടെ, പുതിയ നമ്പർ ഇങ്ങോട്ട് തായോ, ഞാൻ അതിലേക്ക് വിളിക്കാമെന്ന് ചിന്നു പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് അച്ചുവിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അച്ചുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ആയി, ഇത്ര പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ, എനിക്ക് കുഞ്ഞമ്മാവനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെന്താ, ഇനിയും വിളിക്കുമല്ലോ, അപ്പൊ നിനക്ക് സംസാരിക്കാം, എന്തായാലും ഇരുന്ന് പഠിക്കുക പറഞ്ഞ് അർച്ചന സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ അർച്ചനയുടെ സങ്കടം കണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതൊന്നല്ല മറ്റെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് എന്നോടൊന്നും തുറന്നു പറയാതിരുന്നത്, രുക്കു പറഞ്ഞതൊന്നും സത്യമാവരുത് എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ചേച്ചി അയാളുമായി മുൻപരിചയമുണ്ടെന്ന് പറഞ്ഞു, എന്നോട് സത്യാവസ്ഥകളൊന്നും തുറന്നു പറഞ്ഞതുമില്ല, ചേച്ചിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്, എല്ലാം കള്ളമാണെന്ന് ചേച്ചി പറയണമായിരുന്നു, പറഞ്ഞതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്, ഇതിനാണ് എല്ലാം ചേച്ചി സമ്മതിച്ചു തന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതൊക്കെ അർത്ഥം എന്താണ്, ചേച്ചിയെ പറ്റി മറ്റുള്ളവരൊക്കെ അറിയുന്നത് സത്യമെന്നതുപോലെയാണല്ലോ ചേച്ചി സംസാരിക്കുന്നത്, ചേച്ചിക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ അറിയരുതെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നു,
ഊഹം ശരിയാണെങ്കിൽ ഇതൊന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല എന്ന് അച്ചു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചിന്നി അങ്ങനെ കോളേജിലേക്ക് പോവാനായി ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യയും ആര്യയുടെ ഫ്രണ്ടും കൂടി വരുന്നത്. അവരെ കാണുന്നതും ഇന്ന് ചോദിക്കുന്നുണ്ട്, ആര്യ നിനക്കിന്ന് ട്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര്യ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്തിനാണ് നീ അറിയുന്നതെന്ന്. അല്ല, നീ എപ്പോഴും ഓട്ടോയിലല്ലേ പോവാറ്, എന്നിട്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത്, ഫ്രണ്ട്സ് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ ആര്യ തിരിച്ചു പിന്നെയും ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നിന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ചില പേഴ്സണൽ കാര്യങ്ങൾ മോശമായിട്ട് ഇരിക്കുകയല്ലേ, ഈ ആദ്യം അവരുടെ കാര്യം തിരക്ക്, അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് ആര്യ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആര്യ നിന്റെ കാര്യം അന്വേഷിക്കുന്നത് എന്റെ കടമയല്ലേ, നിന്റെ ചേച്ചിയല്ലേ ഞാൻ, നിത്യയുടെ കാര്യം ചേച്ചി ചോദിക്കാൻ പാടില്ലെന്നുണ്ടോ എന്ന് അങ്ങനെ ചിന്നു ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, നീ എന്റെ കാര്യത്തിൽ തലയിടാതെ നിന്റെ അമ്മയുടെ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യേ, സ്വന്തം അമ്മയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത നീയാണോ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നടക്കുന്നത്. അങ്ങനെ ആര്യ പറയുമ്പോൾ ചിന്നു ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, വളഞ്ഞു തിരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറ, പറയുന്ന നിനക്ക് മാത്രമല്ല കേൾക്കുന്ന എനിക്കും എന്തെങ്കിലും മനസ്സിലാവണ്ടേ എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഓ ഒന്നും അറിയാത്തൊരു പഞ്ചപാവമാണല്ലോ ഈ നിൽക്കുന്നത്, അറിയില്ലെങ്കിൽ നീ പോയി നിന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കേ, അമ്മയോട് ചോദിക്കാൻ മടിയാണെങ്കിൽ ഓഫീസിൽ വേറെയും ആളുകളുണ്ടല്ലോ, എന്നെ വിളിച്ചു ചോദിക്കേ, അപ്പൊ അറിയാം അവിടെ ഉണ്ടായ വഴക്ക് എന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, വഴക്കോ, ഇത് വഴക്കാണ്, ആരുമായിട്ടാണ് വഴക്കുണ്ടായത്, നീ കുറെ നേരമായി എന്റെ അമ്മയെ പറ്റി അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറയുന്നു, അതും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്നോട് വ്യക്തമായി പറ, എന്നുള്ള ധൈര്യമില്ലെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കരുത് അങ്ങനെ ചിന്നു പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് പറയാൻ ധൈര്യക്കുറവൊന്നുമില്ല, എന്നോട് എങ്ങനെ അത് മുഖത്ത് നോക്കി പറയുമെന്നുള്ള അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, ഇവിടെ നിന്ന് കരയേണ്ടി വരും, അതാണ് എന്റെ വിഷമം എന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, നീ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ബാക്കി കൂടി പറയാൻ മടിക്കണ്ട, അതുകൂടി ഞാൻ കേട്ടോളാം, എന്താണെങ്കിലും പറ എന്ന് ചിന്നു അങ്ങനെ ആര്യയോട് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഓഫീസിൽ ഒരു സ്ത്രീ വന്ന് ബഹളമുണ്ടാക്കി, നിന്റെ ഭർത്താവിനെ നിന്റെ അമ്മ തട്ടിയെടുത്തു എന്നാണ് പറയുന്നതെന്ന് ആര്യ അങ്ങനെ പറയാണ്. ഇത് കേട്ട് ചിന്നാകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും ആര്യ പറയുന്നുണ്ട്, ആരാണ് ആ കക്ഷി എന്നറിയാമോ, ഒരു മുഴുക്കുടിയനാണ്, ആ കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെ കരയല്ലേ, എല്ലാവരുടെയും ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവും, എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടാണ് ആളുകൾ അപവാദം പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആര്യയുടെ ഫ്രണ്ടിനെ നോക്കി പറയുന്നുണ്ട്, ഇവളുടെ അമ്മയ്ക്ക് ഭർത്താവില്ല, ഒരു സ്ത്രീയുടെ കുടിയനായ ഭർത്താവിനെയാണ് ഇവളുടെ അമ്മയ്ക്ക് കമ്പനി കിട്ടിയിരിക്കുന്നത്, അമ്മയ്ക്ക് ഒരാളെ കല്യാണം കഴിച്ചൂടെ, ഇതിനാണ് നാട്ടിലുള്ള മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താവിനെ വലവീശി പിടിക്കുന്നത്, അല്ല ഒരാളെ മയക്കിയെടുത്തൂടെ എന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ കേട്ട് സഹിക്കാനാവാതെ ചിന്നു ആര്യയുടെ കാരണം നോക്കിയൊന്ന് കൊടുക്കുകയാണ്, എന്റെ അമ്മയെ പറ്റി ഒരു അക്ഷരം നീ പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ താഴെയിടും, എന്റെ അമ്മയ്ക്ക് പല കക്ഷികളുമായി പരിചയമുണ്ടാവും, ഇങ്ങനെയുള്ള ജോലിയാണ് എന്റെ അമ്മ ചെയ്യുന്നത്, എന്റെ പേരിൽ നീ വായി തോന്നിയ അനാവശ്യങ്ങൾ പറഞ്ഞാൽ ഞാനത് കേട്ടു നിൽക്കില്ല, എന്റെ അമ്മയെ പറ്റി അപവാദം പറയാനായി വളർന്നോടി, എന്തായാലും ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇപ്പോ ഞാനല്ലാതാവും, ഇവിടുന്ന് പോടി എന്ന് ദേഷ്യത്തോടെ ചിന്നു അങ്ങനെ പറയുമ്പോൾ ആര്യയാണെങ്കിൽ നീ എന്നെ തല്ലിയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചിന്നുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആര്യയുടെ ഫ്രണ്ട് ആണെങ്കിൽ ആര്യയെ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ആര്യയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ശങ്കർ ആണെങ്കിൽ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛനെയും ആ ജയകൃഷ്ണനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇവന്മാരന്വേഷിച്ചില്ലേ, പറ്റി ഒരു വിവരവും കിട്ടിയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജഗദീഷും രവികുമാറും കൂടി വരുന്നത്. നിങ്ങളെ ഏൽപ്പിച്ച ആ കേസിന്റെ അന്വേഷണം എന്തായി, മധുബാല എന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, ഇതുവരെയും കുറിച്ച് ഒന്നും അറിയാനായി കഴിഞ്ഞിട്ടില്ല, ഞാൻ അവരെ ചുറ്റിപ്പറ്റി ചില അന്വേഷണങ്ങളെല്ലാം നടത്തി, പക്ഷെ ഒന്നും അറിയാൻ സാധിച്ചില്ല, എന്നാൽ ആ ദീപ്തിക്ക് പലതും അറിയാം, പക്ഷേ അവളിൽ നിന്ന് എന്തെങ്കിലും അറിയാനായി ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അവളൊന്നും വിട്ടു പറയില്ല എന്ന് ജഗദീഷ് വക്കീൽ പറയുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, അർച്ചനയും അയാളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പാണോ എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ തീർത്തു പറയുന്നുണ്ട്, അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് 100% ഉറപ്പാണ്, അതുകൊണ്ടാണല്ലോ മധുബാല എന്ന സ്ത്രീ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയത്, എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്ന സ്വാഭാവിക പ്രതികരണമാണ് അവരിൽ നിന്ന് നമ്മളിവിടെ കണ്ടത് എന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ എന്തായാലും അയാളെ ഒന്ന് കാണേണ്ടതുപോലെ
പോലെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് വിജയശങ്കർ അവിടെ നിന്നും പോവുകയാണ്. വികുമാർ അപ്പോൾ ജഗദീഷിനോട് പറയുന്നുണ്ട്, അർച്ചന മേഡത്തിന്റെ കാര്യത്തിൽ സാറിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, ഇനി പ്രശ്നമില്ലാതിരിക്കോ, എത്രയൊക്കെ ആയാലും വിജയശങ്കർ സാറിന്റെ മുൻ ഭാര്യയല്ലേ അർച്ചന, സ്വന്തം മകളുടെ അമ്മയുമാണ്. ആ സ്ഥിതിക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാക്കുമ്പോൾ വിജയശങ്കർ സാറിന് സഹിക്കാനാവില്ല. ആളെ ഒന്ന് ഒതുക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അച്ഛനെ എന്റെ മുന്നിൽ വലിയ പതിവ്രത ചമഞ്ഞതാണ്. അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്. പിന്നീട് അർച്ചനയും ദീപ്തിയും തമ്മിൽ ഓഫീസിൽ വെച്ച് അങ്ങനെ സംസാരിക്കുകയാണ്. ബാല ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യമെല്ലാം അച്ചു അറിഞ്ഞു എന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയാണ്. ഇത് കേട്ട് ദീപ്തിക്ക് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു, അവൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവൻ ഇതെല്ലാം അറിഞ്ഞപ്പോൾ വിഷമായിട്ടുണ്ട്. അതാണ് അവൻ എന്നെ വിളിച്ച് ചോദിച്ചത്. നന്ദനെയും മുകുന്ദനെയും പോലെയല്ല അച്ചു. ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അവനൊരു സമാധാനവും ഉണ്ടാവില്ല. സമാധാനത്തോടെ കാര്യങ്ങളെല്ലാം അവനെ ബോധ്യപ്പെടുത്തണമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഫോണിലൂടെ സംസാരിച്ചാൽ ഒന്നും വ്യക്തമാവില്ല. അവനോ മുകുന്ദനോ ഈ കാര്യം വിളിച്ച് അവനോട് സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിന് അവരോട് സംസാരിക്കാൻ അവൻ തയ്യാറാവണ്ടേ. ഇന്ന് രാവിലെയും വിളിച്ചു നോക്കി, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ് അവൻ അറിയണമെങ്കിൽ അത് ഇവിടുന്ന് സ്പ്രെഡ് ആയതാണ്. വിജയശങ്കർ തന്നെയാണ് ഇതിന് പിന്നില്. ബാല വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഇവരുടെ ഓഫീസിലുള്ളവരാണല്ലോ ആദ്യം അറിഞ്ഞത്. എന്തോ എനിക്കൊരു സംശയം തോന്നുന്നു, മധുബാലയുടെ ഭർത്താവ് കരിമലക്കുടിയിൽ പോയി താമസിച്ചത് ആ സ്ത്രീയെ പേടിച്ചിട്ട് തന്നെയായിരിക്കും. ഒരു സംശയ രോഗമുള്ള സ്ത്രീക്കൊപ്പം അയാൾ എങ്ങനെ ജീവിക്കും? അങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അവര് സംസാരിച്ച് തീരുമാനിക്കട്ടെ. ഇവരെന്തിനാ എന്നെയും എന്റെ മോളെയും കുറിച്ച് ഇങ്ങനൊരു ആരോപണം നടത്തിയെന്നാണ് എനിക്കറിയാത്തത്. അത് മനസ്സിലാവുന്നില്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, കുറച്ചു ദിവസം അയാളെ അന്വേഷിച്ച് നടന്നതല്ലേ, എന്തായാലും മധുബാലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അവരോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വരും. അയാൾക്ക് ഇങ്ങനെ കുറെ സ്ത്രീകളുമായി കണക്ഷൻ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അയാളുടെ ഭാര്യ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. എന്തായാലും ഈ പ്രശ്നം സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നിനക്കാണ് ബുദ്ധിമുട്ട്. സ്ത്രീ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയാലോ. അവിടെ പോയി നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം പറയണം. പോയി നമുക്ക് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചാലോ എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവിടെ പോയി ഇവരോട് എന്തിന് ഞാൻ കാര്യങ്ങളെല്ലാം പറയണം? എല്ലാം അവരുടെ സംശയം ശരിവെക്കുന്ന പ്രവൃത്തിയല്ലേ. തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരെ സംശയിക്കുന്നത് അവളുടെ തെറ്റാണ്. അവരുടെ തെറ്റിദ്ധാരണ അവര് തന്നെ മാറ്റിയെടുക്കട്ടെ. എന്തായാലും അതെല്ലാം അവഗണിക്കുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഓക്കെ സ്റ്റാൻഡ് അതാണെങ്കിൽ നീ അതിൽ ഉറച്ചു നിൽക്ക്. പക്ഷേ ആ സ്ത്രീ വീണ്ടും ഇവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അപ്പൊ അവരിങ്ങോട്ട് വരട്ടെ. നീ ഇങ്ങോട്ട് വന്നാൽ അപ്പൊ എന്റെ തനി സ്വഭാവം അറിയുമെന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയാണ്. പിന്നീട് അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, നീ ആ കണ്ടക്ടറെ പിരിച്ചുവിട്ടതിന്റെ കേസില്ലേ, അതങ്ങട്ട് എടുക്ക്, നാളെ ഹിയറിംഗ് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജേക്കയും പാപ്പച്ചനും കൂടി കോടതിയിലേക്ക് വരികയാണ്. പാപ്പച്ചൻ അപ്പോ ജേക്കയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ സാറേ, സാറിന് വല്ല കോടതി കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജേക്കെ പറയുന്നുണ്ട്, ഞാനൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ എന്തായാലും അർച്ചന വക്കീലിനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, സാറേ അത് വേണോ, പാർക്കിൽ വെച്ച് അർച്ചന വക്കീലുമായിട്ട് ഉടക്കിപ്പോയതല്ലേ, അതെ ആ വക്കീലുമായി മുട്ടാൻ പോവണ്ട, ഉത്രക്കാരി വക്കീലാണ്, കേസ് വേറെ വഴിക്കാവും. അങ്ങനെ പാപ്പച്ചൻ പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, അവരും അവരുടെ കൂട്ടുകാരിയും വന്ന് പറഞ്ഞതൊക്കെ താനും കേട്ടതല്ലേ, എന്തായാലും അവരൊന്ന് കാണട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല പറഞ്ഞുകൊണ്ട് ജെകെ പാപ്പച്ചന്റെ കാറിൽ നിന്ന് ഇറങ്ങി അർച്ചനയെ കാണാനായി പോവുകയാണ്. അർച്ചനയുടെ ഓഫീസിലേക്ക് എത്തുന്നതും അർച്ചനയും ദീപ്തിയും കേസിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെകെ എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, രണ്ടാളെയും ഒരുമിച്ച് കണ്ടത് ഏതായാലും നന്നായി എന്ന് ജെകെ അങ്ങനെ പറയുമ്പോൾ ജന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് പ്രശ്നമുണ്ടാക്കാനാണോ നിങ്ങൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജെകെ പറയുന്നുണ്ട്, അയ്യോ തെറ്റിദ്ധരിക്കരുതേ, നിങ്ങളുമായിട്ട് ഒരു വഴക്കിനും വന്നതല്ല എന്ന് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.